PSC അംഗത്തിന് കോഴ വാങ്ങിയെന്ന വിവാദം വീണ്ടും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സബ്മിഷൻ നൽകി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും. ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയിൽ CPIM-ന്റെ തീരുമാനം ഇന്ന്. അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിൽ ദുരൂഹത നീളുന്നു. ബിനീഷും കുടുംബവും സ്വയം ജീവനൊടുക്കിയതെന്ന് സൂചന. കിടപ്പുമുറിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി. തലേ ദിവസം ബിനീഷ് കുര്യൻ പെട്രോൾ വാങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന്. ഹാത്രസ് ദുരന്തത്തിന് കാരണം പ്രാർത്ഥനായോഗത്തിന്റെ സംഘാടകരെന്ന് പ്രത്യേക അന്വേഷണ സംഘം. അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു. മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് UP സർക്കാരിന് സമർപ്പിച്ചു. റഷ്യൻ സൈന്യത്തിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചയക്കും. ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയിൽ. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കാട്ടുകൊമ്പൻ കപാലിയുടെ വിളയാട്ടം. ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തു. കാലടി പ്ലാന്റേഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ റേഷൻ കട ആക്രമിച്ച് കാട്ടാന. മൂന്നാറിൽ കൃഷി നശിപ്പിച്ച് കാട്ടുകൊമ്പൻ പടയപ്പ. യൂറോ കപ്പ് ആദ്യ ഫൈനലിസ്റ്റിനെ കാത്ത് ഫുട്ബോൾ ലോകം. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30.